ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോയിട്ടാണ് നമ്മുടെ നാട്ടിലെ പല കുട്ടികളും ലഹരിക്കും മറ്റൊക്കെ അടിമപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെയൊക്കെ പോയിട്ട് പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതും കിട്ടുന്നില്ല. ഞാനിവിടെ ദുബായിൽ വന്ന സമയത്താണ് എന്താണ് റിയൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. കാരണം ഇവിടെയൊക്കെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ ടെക്നോളജീസിൻ്റെ ഒക്കെ പോകുന്ന അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫാസ്റ്റായിട്ടാണ് ഇവിടെ ബിസിനസ്സിലായാലും മറ്റുമൊക്കെ. സോ ഈ ഇൻഡസ്ട്രിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിറങ്ങിയാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് നമുക്ക് ജോബ് കിട്ടുള്ളൂ. കാരണം ഒക്കെ അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ദുബായിൽ പഠിക്കണമെങ്കിൽ അത്രയും ഫീസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഇത് പലരും അറിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ദുബായിൽ നിന്ന് കമൻറ്റ് ചെയ്തോ, ഞാൻ അത് ഡീറ്റെയിൽസ് മൊത്തം അയച്ചുതരാം. ഇവിടെ നിങ്ങൾക്ക് വീക്കിലി 3 ദിവസം മാത്രമേ ക്ലാസ്സസ് വരുന്നുള്ളൂ. ബാക്കിയുള്ള ഡേയ്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് റിയൽ ബിസിനസ്സുകാർ കൂടെ, അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാർ കൂടെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൈഡൻസിൽ ഇവിടെ പഠിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ദ ഇന്നോവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് പറഞ്ഞാൽ TIB ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതിനൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വേഗം അടിയിൽ കമൻറ്റ് ചെയ്തു. അതും നിങ്ങൾക്ക് ഇതേപോലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കൂടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാം. ദുബായിൽ വർക്ക് ചെയ്ത് ഏൺ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഈ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഒരിക്കലും മിസ്സാക്കരുത്. നമ്മുടെ നാട്ടിൽ പോയിട്ട് നിങ്ങളുടെ ലൈഫ് വെറുതെ ഫെയിലിയർ ആക്കുന്നതിലും ബെറ്ററാണ് ഇവിടെ വന്ന് നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.